ഹർഷന്റെ കല്യാണമാണ്. നന്ദിനി പറയലും എല്ലാവരിലും ഞെട്ടൽ ഉളവാക്കുന്നതിനൊപ്പം ഹർഷനെയും എല്ലാവരും നോക്കി. അവൻ അമ്മ പറഞ്ഞത് കേട്ടില്ലെന്ന അർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അമ്മയെ എതിർക്കുന്നത് നന്നല്ലെന്ന് കണ്ട് അവൻ മൗനം പൂണ്ടു. കല്യാണമോ? മാധവൻ സംശയത്തോടെ ചോദിച്ചു. ആ സംശയം എല്ലാവരിലുമുണ്ട്. ജോയും സേതുവും പരസ്പരം നോക്കി കാര്യം എന്താണെന്ന അർത്ഥത്തിൽ നോട്ടം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇവന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെത്തിയാൽ ഉടനെ ഇവന്റെ എൻഗേജ്മെന്റും കല്യാണവുമാണ്. നിറഞ്ഞ സന്തോഷത്തോടെ നന്ദിനി പറഞ്ഞു കഴിയലും പ്രതീക്ഷയോടെ പുഞ്ചിരിയോടെ തന്റെ പ്രണയത്തെ ഒരു നോക്കു കാണുവാനായി താഴേക്ക് പൂജയോടൊപ്പവും അനുവിനോടൊപ്പവും വന്ന അബി നന്ദിനി പറഞ്ഞത് കേട്ടതും അത്രയും നേരം പൂനിലാവുദിച്ചതുപോലെയുള്ള അവളുടെ മുഖം സങ്കടത്തിലേക്ക് വഴിമാറിയിരുന്നു. ഇപ്പോൾ മൂവരും ഡൈനിങ് ഹാളിന്റെ വാതിൽപ്പടിയിലാണ് ഉള്ളത്. നന്ദിനി പറഞ്ഞത് കേട്ട് അബി തറഞ്ഞു നിൽക്കുകയാണ്. ആ, ഇവന് 100 വട്ട സമ്മതം. ഇനിയും ഇവനെ തനിച്ചാക്കാൻ കഴിയില്ലല്ലോ. ഇവനും വേണ്ടേ ഒരു കൂട്ട്? തന്നെ ഉറ്റുനോക്കുന്നവരോട് നന്ദിനി പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ചെറുപുഞ്ചിരി വിടർന്നിട്ടുണ്ട്. നന്നായി. എപ്പോഴാണെങ്കിലും ഒരു കല്യാണം വേണ്ടുന്നതല്ലേ? എത്രയും പെട്ടെന്നായാൽ അത്രയും നന്ന്. രാജേന്ദ്രനും നന്ദിനിയെ അനുകൂലിച്ചതും അബിയുടെ കണ്ണുകൾ എന്തിനൊക്കെയോ നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴും അമ്മ പറഞ്ഞതിന് ഒന്നും എതിർക്കാതെ മൗനം കൊണ്ട് സമ്മതം അറിയിക്കുന്നവനെ നിറകണ്ണുകളോടെ അബി നോക്കി. അച്ചൂട്ടന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലെന്ന് പെണ്ണിന് മനസ്സിലായതും അവളുടെ മനസ്സിന്റെ വേദന കൂടി. ഒന്ന് എതിർത്ത് പറഞ്ഞെങ്കിൽ, എന്നെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഉണ്ടായില്ല. അവൻ ഇപ്പോഴും മൗനത്തിൽ തന്നെ. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നവൻ പെണ്ണിന്റെ ഉള്ളം വെന്തുരുകിപ്പിച്ചു. എല്ലാം കേട്ടുകൊണ്ട് അബിയുടെ തൊട്ടരികിൽ നിൽക്കുന്ന അനു സമാധാനിപ്പിക്കാൻ എന്നോണം അബിയുടെ ഷോൾഡറിൽ കൈവച്ചു. അവളും കേട്ട വാർത്തയിൽ ഷോക്കായിരിക്കുകയാണ്. അത്രയും സന്തോഷത്തോടെ ഹർഷനെ കാണാൻ വന്നവൾ കേട്ട വാർത്തയിൽ തറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അനുവിനും സങ്കടമായി. ആ, ഹർഷേട്ടന്റെ കല്യാണമാണോ? അനുവിന്റെയും അബിയുടെ അടുത്തു നിന്നും വലിയ സന്തോഷത്തോടെ പൂജ ഡൈനിങ് ഹാളിലേക്ക് വന്നു. നന്ദിനിയമ്മേ, ആരാ ആള്? ഹർഷേട്ടന്റെ കല്യാണമാണെന്ന് അറിഞ്ഞതിലുള്ള സന്തോഷത്തിൽ പൂജ വേഗം ചോദിച്ചുകൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. പൂജയുടെ ശബ്ദം കേട്ടതും ഭക്ഷണത്തിൽ നിന്ന് മുഖമുയർത്തി ഹർഷൻ പൂജയെ നോക്കി. ഒപ്പം ഡൈനിങ് ഹാളിന്റെ വാതിൽപ്പടിയുടെ അടുത്ത് നിൽക്കുന്ന അബിയെയും. അതൊക്കെയുണ്ട്. നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നൈക്ക് പോകും. നീ വരുന്നുണ്ടോ? പൂജയുടെ കവിളിൽ തഴുകിക്കൊണ്ട് നന്ദിനി ചോദിച്ചു. പിന്നെ വരാതെ. ക്ലാസ് മിസ്സാക്കാൻ കഴിയില്ല. ഇനി ഹർഷേട്ടന്റെ കല്യാണം കൂടിയാകുമ്പോൾ എത്ര ലീവ് എടുക്കാനുള്ളതാ അല്ലേ അനു? നമുക്ക് ഇവരുടെ ഒപ്പം ചെന്നൈക്ക് പോകാമല്ലേ? നന്ദിനിയോട് മറുപടി പറയുന്നതിനോടൊപ്പം അബിയുടെ അടുത്ത് നിൽക്കുന്ന അനുവിനെയും നോക്കി പൂജ ചോദിച്ചു. പൂജ ചോദിച്ചതിന് വിളറിയ ചിരി മാത്രമേ അനുവിൽ നിന്നും ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ കല്യാണകാര്യമാ പറയുന്നത്? അബിയെയും അനുവിനെയും കടന്നുകൊണ്ട് അർജുനും ഡൈനിങ് ഹാളിലേക്ക് എത്തി. ഹർഷേട്ടന്റെ കല്യാണം, ഉത്സാഹത്തോടെ പൂജ പറഞ്ഞു. നല്ല വാർത്തയാണല്ലോ. അർജുൻ ഹർഷനെ ഒന്ന് പാളി നോക്കി ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു. ആ, നമുക്ക് അടിച്ചു പൊളിക്കണം ഏട്ടാ. പിന്നെ പൊളിക്കാതെ. പറയുമ്പോൾ ഒരിക്കൽ കൂടി ഹർഷന്റെ നേർക്ക് കണ്ണുകൾ പോയി അർജുന്റെ. ഒപ്പം ടേബിളിന്റെ മുകളിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അവനും ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പെണ്ണ് എവിടെയുള്ളതാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. മാധവൻ വീണ്ടും കല്യാണക്കാര്യം സംസാരിക്കാൻ തുടങ്ങി. എന്റെ പരിചയത്തിലുള്ളതാ. ഹർഷനെയും നന്നായി അറിയും. ഹർഷനെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദിനി മാധവനുള്ള മറുപടി നൽകി. അവരോട് സംസാരിക്കണ്ടേ? കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അർജുന്റെയും ഹർഷന്റെയും എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് നടത്തിയാലോ? കല്യാണം ചെന്നൈയിൽ വെച്ച് നോക്കാലോ? അർജുന്റെ കല്യാണം എന്തായാലും 1 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ. അപ്പോൾ ഹർഷന്റെ കല്യാണം ചെന്നൈയിൽ വെച്ച് നടത്താമല്ലോ. മാധവൻ തന്റെ അഭിപ്രായം എല്ലാവരും കേൾക്കാൻ പാകത്തിൽ നന്ദിനിയോട് പറഞ്ഞു. വേണ്ട ഏട്ടാ, എൻഗേജ്മെന്റൊന്നും വേണ്ട. എനിക്കറിയാവുന്നവരാണ്. ഇവൻ പോയി കുട്ടിയോടൊന്ന് സംസാരിക്കണം. അവർക്ക് എൻഗേജ്മെന്റിനോടൊന്നും വലിയ താല്പര്യമില്ല. ഡയറക്റ്റ് കല്യാണത്തിലേക്ക് പോകാമെന്നാണ് അവർ പറയുന്നത്. എനിക്കും അതുതന്നെയാണ് താല്പര്യം. അതെങ്ങനെയാ നന്ദിനി? കുട്ടിയെയും വീടും പരിസരവും ഒന്നും അറിയാതെ ചില നാട്ടുനടപ്പുകൾ ഉണ്ടല്ലോ. നന്ദിനി പറഞ്ഞത് മാധവന് തീരെ ഇഷ്ടമായില്ല. അങ്ങനെയല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞത്. അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതുമല്ല, ഹർഷന്റെ കല്യാണം കോൺട്രാക്റ്റിന്റെ പേരിലാണെങ്കിലും ഒരിക്കൽ നടന്നതല്ലേ. അതുകൊണ്ട് മറ്റു ചടങ്ങുകളിലൊന്നും വേണ്ടെന്നാണ് എന്റെ പക്ഷം. വാതിലിനരികിൽ തറഞ്ഞു നിൽക്കുന്നവളെയും നന്ദിനി ഒന്ന് പാളി നോക്കി. നന്ദിനിയമ്മ തന്നെ നോക്കുന്നത് കണ്ടതും അബി പിന്നെ വാതിൽപ്പടിയിൽ നിന്നില്ല. അവൾ വേഗം അകത്തേക്ക് പോയി. നിന്റെ ഇഷ്ടം. എന്തിനായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഒരു കാര്യം ചെയ്യാം. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നൈക്ക് പോകുമെന്നല്ലേ പറഞ്ഞത്? അത് മാറ്റി അർജുന്റെയും അനുവിന്റെയും എൻഗേജ്മെന്റ് 2 ദിവസം കഴിഞ്ഞ് നടത്തിയാലോ? എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുവിനെയും കൂട്ടി പോകാമല്ലോ. മാധവൻ തന്റെ മനസ്സിലായുള്ളത് അങ്ങ് പറഞ്ഞു. ആ, എന്നാൽ അങ്ങനെ ചെയ്യാമേട്ടാ. നിറഞ്ഞ സന്തോഷത്തോടെ നന്ദിനി പറഞ്ഞതും എല്ലാവരും അത് അംഗീകരിക്കുകയായിരുന്നു.
അപ്പോഴും ഒന്നും മിണ്ടാതെ ഭക്ഷണത്തിലേക്ക് നോക്കിയിരിക്കുന്നവനെ അർജുൻ നോക്കിക്കാണുകയായിരുന്നു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഹർഷന്റെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായം വരാത്തതും അർജുൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അബി, ബെഡിൽ കിടന്ന് കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം അനു അവളെ പതിയെ വിളിച്ചു. ഡീ, നീ ഇങ്ങനെ കരയല്ലേ, കല്യാണം ആലോചിച്ചതല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നീ നോക്കിയേ, ഞാൻ ഹർഷേട്ടനോട് കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡീ, ഇങ്ങനെ മോങ്ങാതെ എഴുന്നേൽക്ക്. അനു വഴക്കു പറഞ്ഞതും കരഞ്ഞിരുന്നവൾ എഴുന്നേറ്റിരുന്നു. നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയാം നന്ദിനി അമ്മയോടും ഹർഷേട്ടനോടും. അബിയെ കാണുമ്പോൾ അനുവിന് സങ്കടം തോന്നുന്നു. കരഞ്ഞ് ആകെ വല്ലാതെ ആയിട്ടുണ്ട് പെണ്ണ്. വേണ്ട അനു, ഹർഷേട്ടന് ഈ കല്യാണത്തിന് സമ്മതമാ. വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാനൊരു കരടായി വേണ്ട. നിനക്ക് സങ്കടമുണ്ട്, സാരമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. കണ്ണുകൾ അമർത്തി തുടച്ച് അനുവിനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അബി. നിനക്ക് അഭിനയം തീരെ വഴങ്ങുന്നില്ല അബി. ദേ, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ എല്ലാം ശരിയാകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ലേ, പിന്നെന്താ? ചോദ്യത്തോടെ അനു അബിയെ നോക്കി. ആയിരുന്നു, ഇപ്പോഴല്ല. അച്ചോട്ടന് എന്നെ വേണ്ട, അതല്ലേ നന്ദിനി അമ്മ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മൗനം കൊണ്ട് സമ്മതം കൊടുത്തത്. എന്നോട് ദേഷ്യമായിരിക്കും. ഞാൻ അദ്ദേഹത്തെ അത്രയും അപമാനിച്ചിരുന്നു. അതിൻ്റെ ശിക്ഷയാ ദൈവം എനിക്ക് തരുന്നത്. പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണുനീർ ഇടതടവില്ലാതെ പെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അബി, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ദേ, ഇത് ജീവിതമാണ്. വേണ്ട, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. അച്ചോട്ടനെ എനിക്ക് വിധിച്ചിട്ടുണ്ടാകില്ല. ദേ ഒരു കാര്യം, എൻ്റെ മനസ്സിൽ അച്ചോട്ടനോട് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ അബി ജീവിച്ചിരിക്കില്ല. കണ്ണുകളൊക്കെ അമർത്തി തുടച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനുവിനെ നോക്കി തറപ്പിച്ചു പറഞ്ഞു പെണ്ണ്. എൻ്റെ പൊട്ടിപ്പെണ്ണെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അബിയുടെ ഈ സംസാരമൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അനുവിന്. ചെറിയൊരു തെറ്റിദ്ധാരണയാണ്, അത് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലായ്മ തോന്നുന്നു അനുവിന്. അതെ, ഞാൻ പൊട്ടി തന്നെയാണല്ലോ, അതല്ലേ എനിക്കിങ്ങനെ. ഇനി ഈ സംസാരം വേണ്ട അനു. ദേ, ഇനി അബി പഴയ അഭിനയമായിരിക്കും. പറയുന്നതിനോടൊപ്പം ഉടുത്തിരുന്ന ധാവണി അങ്ങ് അഴിച്ചു മാറ്റി അവൾ. പിന്നെ അനുവിനെ നോക്കിക്കൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. അവൾ പോയി കഴിഞ്ഞതും അനു തലയിൽ കൈകൊടുത്തു പോയി. തന്നെയും പെണ്ണ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഹർഷേട്ടനോട് പറയാമായിരുന്നു എന്ന് അനു ആ നിമിഷം ഓർത്തു. എന്തൊക്കെയാടാ നടക്കുന്നത്? തങ്ങളുടെ റൂമിലേക്ക് എത്തിയതും നവനീത് ഹർഷനോട് ചോദിക്കുകയായിരുന്നു. സേതുവും ജോയും അവരുടെ ഒപ്പം റൂമിലേക്ക് വന്നിരുന്നു. അതെ, ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ. അല്ല, ഏതാ പെണ്ണ്? നന്ദിനിയമ്മ എന്താ പെണ്ണിനെക്കുറിച്ച് പറയാത്തത്? ജോയും ഹർഷന്റെ അടുത്തേക്ക് വന്നിരുന്നു. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ ഹർഷ? സേതു അവനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടു. ഞാൻ എന്തു പറയാനാ? അമ്മയെല്ലാം തീരുമാനിച്ചില്ലേ. എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താൻ വയ്യ. നിറയുന്ന കണ്ണുകൾ മറ്റാരും കാണാത്ത വിധത്തിൽ തുടച്ചുകൊണ്ട് അവൻ അവർക്ക് 3 പേർക്കുമുള്ള മറുപടി അങ്ങ് കൊടുത്തു. ഡാ, നന്ദിനി അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ അബി, അവളില്ലാതെ നിനക്ക് പറ്റുമോ? സേതുവിന് ഹർഷന്റെ അവസ്ഥയിൽ സങ്കടം തോന്നി. രവിയങ്കളും ദച്ചുമോളും മരിച്ചപ്പോൾ പോലും അവനെ ഈ അവസ്ഥയിൽ അവർ കണ്ടിരുന്നില്ല. കരയുന്നില്ല എന്നേ ഉള്ളൂ. ഹർഷന്റെ മനസ്സ് ചുട്ടുപൊള്ളുന്നത് ആ 3 കൂട്ടുകാർക്കും കാണാൻ കഴിയും. പിന്നീട് കുറച്ചു നേരത്തേക്ക് 3 പേരും അവനോടൊന്നും സംസാരിച്ചില്ല. അവന്റെ മനസ്സിൽ വലിയൊരു തിരയടി ഉലയുന്നത് അവർക്ക് കാണാൻ കഴിയും. നിനക്ക് അബിയോടൊന്ന് സംസാരിച്ചൂടെ? കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഹർഷന്റെ തോളിൽ കൈ പതിപ്പിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ജോ ചോദിച്ചു. ആ സമയത്താണ് അബി പറഞ്ഞ ഒരു വാക്ക് അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ കാത്തിരിക്കും അച്ചേട്ടനെ. അബിയോട് ഒരിക്കൽ കൂടി സംസാരിക്കാം എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. അതെ, അവസാനത്തെ പ്രതീക്ഷ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ അവളുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ. ചിന്തകൾ വീണ്ടും അബിയിലേക്ക് എത്തിയതും അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ഞാൻ അബിയോട് സംസാരിക്കാം. മൂവരെയും നോക്കി ഹർഷൻ പറഞ്ഞതും ജോ അപ്പോൾ തന്നെ അവനെ പോയി പുണർന്നു. ഗുഡ്. ഇനിയും നിന്റെ ഇഷ്ടം അബി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ നന്ദിനിയമ്മ പറയുന്ന പെണ്ണിനെ നിനക്ക് സ്വീകരിക്കാം. അബി റിജക്റ്റ് ചെയ്യുന്ന നിമിഷം നീയും അവളെ എന്നേക്കുമായി മറന്നിരിക്കണം. നിന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് വേണം മറ്റൊരു ജീവിതത്തിലേക്ക് നീ കടന്നു ചെല്ലാൻ. ഹർഷനെ പുണർന്നവൾ പതിയെ അകന്നുകൊണ്ട് അവനോട് കാര്യഭാവത്തിൽ പറഞ്ഞു. മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അബിയുടെ നിഴൽ പോലും അവൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തോടെയാണ് ജോ പറഞ്ഞത്. അതെ, ജോ പറഞ്ഞതാണ് ശരി. ഒരു അവസരം കൂടി. ചിലപ്പോൾ തെറ്റിദ്ധാരണകളാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വമാകാം. ഒരു ചോദ്യം കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. സേതുവും തൻ്റെ ഭാഗം പറഞ്ഞു. ഞാൻ അബിയോട് സംസാരിക്കാം.
മൂവരോടും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു. അവിടെ നിന്നാൽ അബിയുടെയും അനുവിൻ്റെയും റൂം കാണാൻ കഴിയും. മറ്റൊന്നും നോക്കിയില്ല. അബിയുടെ റൂം ലക്ഷ്യമാക്കി അവൻ ആ വരാന്തയിലൂടെ നടന്നു. റൂമിൻ്റെ മുന്നിലെത്തിയതും വാതിൽ അടഞ്ഞത് കണ്ട് അവൻ വാതിൽ നോക്ക് ചെയ്തു. 1-2 പ്രാവശ്യം നോക്ക് ചെയ്തതും വാതിൽ അവൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. ഹർഷേട്ടാ, എന്താ ഹർഷേട്ടാ? ചോദ്യത്തോടൊപ്പം അവൻ തങ്ങളുടെ മുറിയിലേക്ക് വന്നത് അനുവിന് അത്ഭുതമായിരുന്നു. അഭിനയ എന്തോ അനുവിനോട് ചോദിക്കാൻ അവന് മടി തോന്നിയെങ്കിലും ഇനി തുറന്നു ചോദിക്കാതെ ഒന്നും മുൻപോട്ട് പോകില്ലെന്ന് അവനറിയാം. ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാലേ ശരിയാകൂ. അവൾ താഴെ ജാനകിയമ്മയുടെ കൂടെയുണ്ട്. എന്താ കാര്യം? അവൻ്റെ പതുങ്ങി നിൽപ്പ് അനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ല, എനിക്ക് അബിയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി പിന്തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹർഷേട്ടാ? പിന്തിരിഞ്ഞു നിന്നവനെ അവൾ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. ഹർഷേട്ടന് അബിയെ ഇഷ്ടമാണോ? മുഖവുരയില്ലാതെ അനു സ്ട്രെയിറ്റായിട്ട് ഹർഷനോട് ചോദിച്ചു. പ്രതീക്ഷിക്കാതെ അവളിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം വന്നതും അവനൊന്ന് അവളെ ഞെട്ടലോടെ നോക്കി. ഞാൻ ഹർഷേട്ടനോടാണ് ചോദിക്കുന്നത്. അബിയെ ഹർഷേട്ടന് ഇഷ്ടമാണോ? തൻ്റെ മുഖത്ത് നോക്കി മൗനമായി നിൽക്കുന്നവനോട് അവൾ വീണ്ടും ചോദിച്ചു. അനു ചോദിച്ചതിന് അവൻ മറുപടിയായി മൂളുക മാത്രം ചെയ്തു. പിന്നെ എന്താ അവളോട് സംസാരിക്കാതെ? ഹർഷേട്ടൻ്റെ ഇഷ്ടം അവളോട് പറയാതെ? ചെറിയ സന്തോഷം അനുവിൽ പൊന്തി വരാൻ തുടങ്ങി. അതിനെന്നോണം അവളുടെ വാക്കുകളിലും ആ സന്തോഷം തിങ്ങി നിറയാൻ തുടങ്ങി. ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ ഇഷ്ടവും അവളെ അറിയിച്ചിരുന്നു. എന്നിട്ട് അവൾ റിജക്റ്റ് ചെയ്തു അല്ലേ? എല്ലാം അറിയുന്ന അനിയത്തിയുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുളുമ്പി. ഇപ്പോഴും ഹർഷേട്ടൻ്റെ മനസ്സിൽ അബിക്ക് സ്ഥാനമുണ്ടെന്നറിഞ്ഞതിൽ അവളാണ് കൂടുതൽ സന്തോഷിക്കുന്നത്. മനസ്സിൻ്റെ വേദനയാൽ അവനൊന്നും മൂളുക മാത്രം ചെയ്തു. അന്നത്തെ ആ രംഗം ഇപ്പോഴും അവൻ്റെ കൺമുന്നിൽ നടക്കുന്നത് പോലെ. ഇപ്പോഴും അബിയോട് സംസാരിക്കാനുള്ളതും ഹർഷേട്ടൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് തന്നെയാണോ? അനുവിനും സന്തോഷമടക്കാൻ കഴിയുന്നില്ല. അവൾക്കറിയാം ഹർഷേട്ടൻ ഒരിക്കൽ കൂടി അവളോട് സംസാരിച്ചാൽ ഉറപ്പായും അവൾ ഹർഷേട്ടൻ്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അവൾ ഇനി ആ പ്രണയത്തിനു വേണ്ടി മുതിരില്ല. ഹർഷേട്ടനായി തുനിഞ്ഞിറങ്ങിയാൽ ഉറപ്പായും അവർക്ക് അവരുടെ പ്രണയം സാഫല്യമാക്കാം. അനു ചോദിച്ചതിന് വീണ്ടും അവൻ മൂളി. അനിയത്തിയോട് കൂടുതൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോഴും ഹർഷൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ അകൽച്ചയുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിനേറ്റ മുറിവുകൾ ആരോടും അടുത്തിടപഴകാൻ അവനെ ഇപ്പോഴും എല്ലാത്തിൽ നിന്നും വലിക്കുന്നു. 2-3 വർഷങ്ങളായി ജീവിച്ച സാഹചര്യമായിരിക്കും. ആ സ്വഭാവം കൊണ്ട് തന്നെയാണ് താൻ ഇപ്പോൾ തനിച്ചായതെന്നും അവനറിയാം. എല്ലാവരും സന്തോഷിക്കുമ്പോൾ തൻ്റെ മനസ്സ് മാത്രം മരവിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെ. ഞാൻ അബിയെ വിളിച്ചു വരാം. നിറഞ്ഞ സന്തോഷത്തോടെ ഹർഷനോട് പറയുന്നതിനോടൊപ്പം അവനെയും കടന്നു പോകാൻ നിന്നവളുടെ കയ്യിൽ ഹർഷൻ പിടുത്തമിട്ടു. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതൊന്നും ആരോടും പറയാൻ നിൽക്കേണ്ട. എൻ്റെയും അബിയുടെയും ഇടയിൽ തന്നെ അത് കിടക്കട്ടെ. അഥവാ വീണ്ടും അവൾ റിജക്റ്റ് ചെയ്താൽ? വീണ്ടും അതേ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നവൻ്റെ മാനസികാവസ്ഥ അനുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏട്ടൻ എത്ര മാറിയെന്ന് അവൾ ഓർത്തു. പ്രണയം അങ്ങനെയാണല്ലോ, ഏതു മനുഷ്യനെയും മാറ്റിയെടുക്കും. തന്നോട് പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു പോകുന്ന ഏട്ടനെ അവൾ ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു. ഒപ്പം ഏട്ടൻ്റെ പിറകിലായി അവളും നടന്നു. അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് തേങ്ങുകയാണ് അബി. അമ്മയിൽ നിന്നും തൻ്റെ പ്രണയത്തെ മറച്ചു വെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നേരം കഴിയുന്തോറും തൻ്റെ മനസ്സ് പൊട്ടിപ്പോകും എന്ന് കണ്ടപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് വന്ന് തന്നെ സങ്കടം പറയുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു ഹർഷന് മോളോട് ഇഷ്ടമുണ്ടെന്ന്. മടിയിൽ തലചായ്ച്ചു വെച്ച് കിടക്കുന്നവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ജാനകി പറഞ്ഞതും അബി സംശയത്തോടെ തലയുയർത്തി അമ്മയെ നോക്കി. അന്ന് നിന്നെ കൊണ്ടുവിടാൻ ഹർഷൻ വീട്ടിൽ വന്നില്ലേ? തിരിച്ചു പോയതിനു ശേഷം അവൻ വീണ്ടും നിന്നെ വിളിക്കാനായി വന്നില്ലേ? ആ സമയം അവൻ എന്നോട് പറഞ്ഞിരുന്നു, അമ്മയുടെ മകളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. അത്രയും നിന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ടായിരിക്കില്ലേ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്? നിന്നെ വിട്ടുപിരിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും നിന്നെ വീണ്ടും ചെന്നൈക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് അവൻ നിന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ നീ അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് നിന്റെ തെറ്റ് തന്നെയാണ് അബി. ഇനി പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. നന്ദിനി എല്ലാം തീരുമാനിച്ചതുപോലെയാണ്. മകളെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം കാര്യങ്ങളുടെ ഏകദേശ രൂപം ജാനകി പറയുകയും ചെയ്തു. നിനക്കറിയാം അമ്മേ, എല്ലാം കൈവിട്ടു പോയെന്ന്. ഞാനാണ് എല്ലാത്തിനും കാരണം. എല്ലാവരുടെയും മുന്നിൽ വച്ചല്ലേ ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചത്. തേങ്ങിക്കൊണ്ടവൾ അമ്മയുടെ മടിയിൽ മുഖം പൂഴ്ത്തി. ഞാൻ അച്ഛനോട് പറഞ്ഞ് നന്ദിനിയോട് സംസാരിക്കണോ? വിവാഹാലോചന വന്നിട്ടല്ലേ ഉള്ളൂ, ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ. ഇല്ലമ്മേ, അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായിരിക്കും. അതല്ലേ നന്ദിനിയമ്മ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഇരുന്നത്. എൻ്റെ വിധി ഞാനായി തിരഞ്ഞെടുത്തതാ. എൻ്റെ മനസ്സ് അമ്മയുടെ മുന്നിൽ തുറന്നു കാട്ടണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാലോ?
അമ്മയുടെ മടിയിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് അവൾ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ചു ജാനകിയെ നോക്കി. ആ അമ്മ മനവും തേങ്ങുകയായിരുന്നു. മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതുവരെ കണ്ടിട്ടില്ല. പ്രണയം എന്താണെന്ന് അമ്മയ്ക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. തൻ്റെ അവസ്ഥ തന്നെ തൻ്റെ മകൾക്കും വരികയാണോ? ആ ചോദ്യം കടന്നു വന്നതും അഭിയെ നിസ്സഹായതയോടെ നോക്കി ജാനകി. ഒപ്പം അഭിയുടെ പ്രണയത്തെക്കുറിച്ച് രാജേട്ടനോട് സംസാരിക്കണമെന്നും ജാനകി ഉറപ്പിച്ചു.